ഹലോ വീണ സ്റ്റോണിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പം നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ, സ്കിപ്പ് ചെയ്ത് കാണാം കേട്ടോ. കൂടാതെ സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കാം. ഇന്നത്തെ വീഡിയോൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞൂട്ടനാണ് കേട്ടോ. രാവിലെ കുഞ്ഞൂട്ടിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയായിരുന്നു. ചെറിയൊരു ഹോസ്പിറ്റൽ കേസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ കേസെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ വേണമെങ്കിൽ കുഞ്ഞിട്ട് ഉറങ്ങുവാണെങ്കിൽ ഒന്ന് മുടി മുട്ടടിക്കാൻ വെച്ചിരിക്കുമായിരുന്നു കേട്ടോ. ആദ്യമായിട്ടാണ് മുട്ടടിക്കുന്നത് കേട്ടോ. അതിന് മുന്നേ മുടി മുറിച്ചിട്ടുണ്ടായില്ല. ആദ്യമായിട്ടായതുകൊണ്ട് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പം ഉറങ്ങുവാണെങ്കിൽ മാത്രം മുട്ടടിക്കാൻ വെച്ചിട്ടായിരുന്നു പോയത്. അപ്പം രാവിലെ ഒരു 9:30 കുട്ടി എണീറ്റത്. അത് കഴിഞ്ഞ് കുട്ടി അടുത്ത ഉറക്കം ഉറങ്ങണമെങ്കിൽ 4:30-5 മണിയൊക്കെ ആവണം അടുത്ത ഒരു ഉറക്കം ഉറങ്ങാൻ. ഒരു ദിവസം ഒറ്റ ഉറക്കമേ ഉള്ളൂ ഇപ്പോൾ. അപ്പം ഏകദേശം ഉറങ്ങില്ല എന്നുള്ള ഉറപ്പിലാണ് പോയത്. പിന്നെ ഹോസ്പിറ്റലിലെല്ലാം പോയി വന്ന് കേട്ടിനെ കടയിൽ കുറച്ചേരം ഇരുന്നു. അപ്പം അങ്ങനെ ഇരുന്ന് കുട്ടി ഒരു 1:30 ആകുമ്പോഴേക്കും ചെറിയൊരു ഉറക്കം ഉറങ്ങി. അപ്പം മുടി എന്തെങ്കിലും മുട്ടയടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എടുത്തുകൊണ്ട് കടയിലോട്ട് പോയി മുട്ടയടിച്ചു. കുട്ടി ജസ്റ്റ് 1/2 മണിക്കൂർ ഉറങ്ങിയിട്ടുണ്ടാവും. ആ ഒരു 1/2 മണിക്കൂർ ഗ്യാപ്പിൽ മുട്ടയടിച്ചു. കുട്ടി ഉറങ്ങി എണീറ്റ് കണ്ണടയിൽ നോക്കുമ്പോൾ കുട്ടിക്ക് എന്താ പറയുക, വല്ലാത്തൊരു ഷോക്കിങ് ആയിപ്പോയി. അങ്ങനെ മുട്ടയടിച്ച് വീട്ടിലെത്തി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വന്ന് കുട്ടിനെ കുളിപ്പിച്ച് തലയിൽ എന്താ പറയുക ചന്ദനം തേച്ച് കൊടുത്തു. ചന്ദനം എന്തിനാ തേക്കുന്നതെന്നറിയില്ല, പക്ഷെ കുറേ തേക്കുന്ന കണ്ടിട്ടുണ്ട്. അങ്ങനെ തേച്ച് കൊടുത്തതാണ് കേട്ടോ. പക്ഷെ അതിന് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാകുമല്ലോ. അപ്പോൾ കറക്റ്റ് എനിക്ക് അറിയുന്നൊരു കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം അതറിയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ എന്താ പറയുക ചന്ദനം തേച്ച് കുളിപ്പിച്ച് കുറച്ച് മുമ്പ് അവൻ ഉറങ്ങി. അപ്പം അടുത്ത വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യദുവിനെ എങ്ങനെ ഉണ്ടാവും ഇത് കാണുമ്പോൾ എന്നുള്ളതായിരുന്നു. അങ്ങനെ യദുമോൻ സ്കൂളും വിട്ട് എത്തുന്ന സമയം കുഞ്ഞിട്ട് ഉറക്കമായിരുന്നു. അല്ലെങ്കിൽ അത് ആ ഒരു കയറി വരുത്തും കുട്ടിനെ കാണാൻ വിലമിച്ച് കാണായിരുന്നു. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല. ഇത് വരുമ്പോൾ കുഞ്ഞിട്ട് ഉറങ്ങുമായിരുന്നു. അങ്ങനെ എന്താ പറയുക, ഇത് വന്നതിന് ശേഷം കൈകാലെല്ലാം കഴുകി ചായ പിടിക്കുമായിരുന്നു. അത് കഴിഞ്ഞൊരു 10 മിനിറ്റ് കഴിയുമ്പോൾ കുഞ്ഞിട്ട് എണീറ്റു. അപ്പം ഇത് എന്താ വിചാരിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കൂളിൽ പോയി വന്നിട്ട് ഉറങ്ങി എണീക്കുന്ന കുഞ്ഞുട്ടനെ ഞെട്ടിക്കാൻ നല്ല രീതിയിൽ ഞെട്ടിച്ചിട്ട് ഷോക്കായി പോയത് ഇതുമാണ്. ഇതിനെ കുഞ്ഞുട്ടനെ കണ്ടിട്ട് ഷോക്കായി പോയി വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെ പോയി മുടി ഇതെന്താ കോലം എന്നുള്ള രീതിയിലായി പോയി. കുട്ടി ഷോക്കായിപ്പോയി. ഇത് പറഞ്ഞു ഇത് എപ്പോഴാണ് മുടി മുറിച്ച് ആരാ ടൗണിൽ പോയെന്നൊക്കെ രീതിയിലായിപ്പോയി. പിന്നെ കുട്ടീനെ കൂട്ടാതെ പോയതിൻ്റെ സങ്കടവും ഒക്കെ ആയിരുന്നു. പിന്നെ അതങ്ങനെ ഫ്ലോയിൽ വിട്ടു. അപ്പോൾ അങ്ങനെ കുഞ്ഞുട്ടിനെ മുട്ടയടിച്ച് കഴിഞ്ഞിട്ട് ആദ്യമായിട്ടുള്ള മുടി മുട്ടയടിച്ച് കഴിഞ്ഞു. ഇത് കടയിൽ പോയിട്ട് മുടി മുട്ടയടിക്കുന്നതിൻ്റെ വീഡിയോസൊക്കെ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. മറക്കാതെ സ്കിപ്പ് ചെയ്ത് കാണുക കേട്ടോ. ആരമ്മാ ആരത് സർപ്രൈസ്.
വാ പോവാ വാ പൊന്നെ വാ വിളിക്ക് കുട്ടീനെ എടുക്ക് വാ വാ കുഞ്ഞുട്ടാ വാ അമ്മന്റെ പൊന്നു കണ്ടേ കണ്ടേ അതാ മുടി മുറിച്ച് വീട്ടിലെത്തിയേട്ടാ ചവിട്ടി വെയിലത്തിട്ട് നിലത്തിട്ട വേഗം ഉണങ്ങി കിട്ടുമല്ലോ എന്നിട്ട് മുട്ടയടിച്ച് വീട്ടിലെത്തി ഇപ്പൊ കുളിപ്പിക്കാൻ നിൽക്കുവാണ് അപ്പം കുളിപ്പിച്ചിട്ട് നമുക്ക് ബാക്കി കാണാം കേട്ടോ അപ്പം നമ്മൾ കുളിപ്പിച്ചിട്ട് വന്നിട്ടാ മുക്കിന് ശേഷം ചന്ദനം നെറ്റിലൊക്കെ തടയും കേട്ടോ മുട്ടയടിച്ചില്ല ആദ്യമായിട്ട് അപ്പം ഇത് ചെറിയ കൂളിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ചന്ദനം നെറ്റിടുക കൂളിങ്ങിനാണോന്ന് അറിയില്ല കേട്ടോ എല്ലാവരും തേക്കലുണ്ട് അതുകൊണ്ട് ഞാനും തേച്ച് കൊടുത്തു ചന്ദനം കുറച്ചും കൂടെ ഇട്ടുന്നു വെള്ളം കുടിപ്പോയോ ചേട്ടാ വെള്ളം കുടിപ്പോയോ ചന്ദനത്തിൽ നോക്കാതെ പറയുന്നു ഇംഗ്ലീഷ് ചന്ദനം ഇട്ട് തരട്ടത് അവിടെ അടുക്കളയിൽ വേണ്ട വെള്ളം കുടിക്കും ആവില്ല ഉണങ്ങി വരുമ്പോഴേ ആവുള്ളൂ ഒന്നും അറിയില്ല ലേശം കൂടെ മതി മതി തീരെ കട്ടിയിലാണ് വെള്ളം കുടിപ്പോയി ഞാൻ കലക്കിയത് ഇതെന്തിനാണ് ഇടത്തേക്കുന്നത് ഈ മഞ്ഞൾ അതായത് ചന്ദനം അറിയില്ലേ നമ്മുടെ മുട്ടത്തലേന് ചന്ദനം തിരിച്ചു കൊടുത്തു ഓ അച്ഛനെ വിളിക്കുന്നു വിളിക്ക് ചാവണം സൗണ്ടിൽ വിളിക്ക് കേട്ടിട്ടില്ല അച്ഛൻ അപ്പം ചന്ദനം തേച്ചു ഇനി മുട്ടയടിച്ചു കഴിഞ്ഞാൽ ഒരു വീഴ്ചയുണ്ട് പൊതുവെ എല്ലാവരും അങ്ങനെ തന്നെ മുട്ടയടിച്ചാൽ വീഴ്ചയുടെ എണ്ണം കൂടും നമ്മൾ തന്നെ പ്രതീക്ഷിക്കാതെയാണ് മുന്നോട്ടുനിന്ന് മുട്ടയടിച്ചത് അപ്പോൾ നമുക്ക് ബാക്കി ഇത് വന്നിട്ട് ബാക്കി കാണാം കേട്ടോ ഇത് വന്നിട്ട് കാണാം കേട്ടോ അപ്പം മെല്ലെ 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 എന്താണ് കുഞ്ഞുട്ടിന്റെ മുടിയോ എവിടെ പോയി ചോക്കി മുടി കുറിച്ചു കടയിൽ കൊണ്ടുപോയി മുട്ട പിടിച്ചു മുട്ടയടിച്ചു ആ മുടി പറിക്കാൻ വേണ്ടി പോയി എന്ത് ചെയ്യാനാ സ്കൂളിൽ പോയല്ലേ കുട്ടി വൈകുന്നേരം എങ്ങനെ പോകും കുട്ടി ഉറങ്ങുമ്പോഴല്ലേ പോകാൻ പറ്റുള്ളൂ ഷോക്കായി പോയി എങ്ങനെയുണ്ട് സെറ്റല്ലേ